ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുരിങ്ങയിലയും പച്ചമാങ്ങയും ചക്കക്കുരുവും കൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒഴിച്ചുകറി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. ഈ ഒരു ഒഴിച്ചുകറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു 20ഓളം ചക്കക്കുരുവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്കക്കുരു നല്ലതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കുരു വേവാനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിക്കകത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മൺചട്ടിയിലാകുമ്പോൾ കുറച്ച് നേരം പിടിക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ വേവിക്കണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒഴിച്ചുകറി തയ്യാറാക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതേപോലെയുള്ള മൺചട്ടികളിൽ ഉണ്ടാക്കുന്നതായിരിക്കും കറികൾക്കും ടേസ്റ്റ് കൂടുതലായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും ഒക്കെ മൺചട്ടിയാണ് എപ്പോഴും നല്ലതായിരിക്കുന്നത്. മൺചട്ടി കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ള പാത്രത്തിൽ ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ ഒന്ന് വെന്ത സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു പച്ചമാങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ നല്ല മൂത്ത മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പഴുത്ത് പോയിട്ടില്ല. നല്ല മൂത്ത് പുളിയൊക്കെ ഉള്ള മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മൂപ്പില്ലാത്ത മാങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങയും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് വെന്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇതിൽ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി കൊടുത്തിട്ട് നമുക്ക് തിളപ്പിക്കണം. ഇതൊന്ന് തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് അരമുറി തേങ്ങ ഞാൻ തിരുമ്മി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3-4 കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി കൂടി തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ട് ഞാൻ ഇതിൽ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും തേങ്ങയുടെയൊക്കെ പകുതിയിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഈ ഒരു തേങ്ങാക്കൂട്ട് അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ടൊക്കെ അരച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കറിയെല്ലാം നല്ല രീതിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ വറ്റി കുറുകി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു മാങ്ങയൊന്നും അധികം വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങയില തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു പിടിയോളം മുരിങ്ങയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടിയോളം മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മാങ്ങയിലും ചക്കക്കുരുവിലും കുറച്ച് വെള്ളമേ ഉള്ളൂ, അതിൽ കിടന്നിട്ട് ഇതിനെ ഒന്ന് വെന്ത് കിട്ടും. നമ്മുടെ മുരിങ്ങയില അധികം വേവില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി കൊടുക്കണം. മൂടി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുരിങ്ങയിലേക്ക് വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് മിക്സിയുടെ ജാറൊന്ന് കഴുകി
കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ചക്കക്കുരു ആണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മുടെ കറി തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് കുറുകി വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കറി കുറച്ച് ലൂസായിട്ട്, നമ്മൾ പരിപ്പൊക്കെ വെക്കുമ്പോഴത്തേക്ക് വെള്ളം ചേർക്കാറില്ലേ, അതേപോലെ കുറച്ച് ലൂസായിട്ടൊന്ന് വെക്കേണ്ടതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഒന്ന് തണുത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിക്ക് പാകത്തിന് നമുക്ക് റെഡിയായി കിട്ടുന്നതായിരിക്കും. ആ വെള്ളമൊക്കെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയിലയും കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ചക്കക്കുരു വേവിച്ച സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് കറി റെഡിയായപ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കടുവും കൂടി ഒന്ന് താളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുവും കൂടി താളിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഒഴിച്ചുകറി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.